ഹമിൻസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായ പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓവനൊന്നും വേണ്ട, വെറും ഗ്യാസ് മേൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഞാൻ തയ്യാറാക്കിയ പോലെ കറക്റ്റ് ഈ അളവ് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്കൊന്ന് പോയി നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ ബദാം ചെറുതായി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്, പിന്നെ കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ 2 റൈസിൻസ് എടുത്തിട്ടുണ്ട്, യെല്ലോ റൈസിൻസും അതുപോലെ ബ്ലാക്ക് റൈസിൻസും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറീസും അതുപോലെ കുറച്ച് ഈന്തപ്പഴവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുന്തിരിയെ ജ്യൂസ് ആക്കി എടുക്കണം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് അതിൽ ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പൊ മുന്തിരിയെ വെള്ളവും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് മിനിമം ഒരു അരമണിക്കൂർ ഈ ജ്യൂസിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. എത്രത്തോളം നിങ്ങൾ ഈ ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. 1 മണിക്കൂറോ അല്ലെങ്കിൽ തലേന്ന് വേണമെങ്കിൽ തലേന്നും സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് പഞ്ചസാര കാരമൽ റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് ഇപ്പൊ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം ആദ്യം മെൽറ്റ് ചെയ്യാൻ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിന് ഇതിന്റെ കളർ മാറിയിട്ട് ലൈറ്റ് യെല്ലോ കളറായിട്ട് വരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ തീനെ പറ്റ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചസാര കാരമൽ കരിഞ്ഞു പോകും. ഇതൊക്കെ കണ്ടോ, നമ്മുടെ പഞ്ചസാര ഇപ്പൊ മെൽറ്റ് ആവുമ്പോൾ കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഈ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ആരും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പൊ പഞ്ചസാര കാരമൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന്റെ മൊത്തത്തിൽ ടേസ്റ്റ് തന്നെ മാറി കേക്ക് കയ്പ്പ് രസമായിട്ട് വരും. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പതാ നമ്മുടെ പഞ്ചസാര കാരമൽ റെഡി ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇതിന്റെ കളർ പോലെ ഇരിക്കും നിങ്ങളുടെ കേക്കിന്റെ കളർ. ഇത് ലൈറ്റ് കളർ ആണെങ്കിൽ കേക്ക് ലൈറ്റ് കളർ ആയിരിക്കും. ഇത് ഡാർക്ക് കളർ ആണെങ്കിൽ കേക്ക് നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ കയ്യിലേക്ക് തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വിട്ടു നിന്നിട്ട് വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഈ വെള്ളവും ഷുഗർ കാരമലും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഇതുപോലെ കട്ടയായിട്ട് വരും, കുഴപ്പമൊന്നുമില്ല. വീണ്ടും അത് ആ വെള്ളത്തിൽ അങ്ങ് നന്നായിട്ട് മെൽറ്റ് ആവും. ഇപ്പതാ ഇത് എല്ലാം കൂടെ നന്നായിട്ട് മെൽറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ 1 കപ്പ് വെള്ളത്തിനെ നമ്മൾ നേരെ പകുതിയാക്കി എടുക്കണം. അതായത് 1/2 കപ്പ് വെള്ളം ആക്കിയിട്ട് ഇതിനെ കുറുക്കിയെടുക്കണം. ഇപ്പൊ പഞ്ചസാര കാരമലിനെ നമ്മൾ 1/2 കപ്പ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനെ കേക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴത്തേക്കിന് നമുക്ക് കേക്കിന്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോ ഈ കേക്കിലേക്ക് എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. ഈ 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോ ഓരോ മുട്ടയെയും ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ വെള്ളയും മഞ്ഞയും രണ്ടായിട്ട് 2 ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോ വെള്ളയും മഞ്ഞയും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞ മാറ്റി വെച്ചിട്ട് മുട്ടയുടെ വെള്ളയാണ് ആദ്യം ബീറ്റ് ചെയ്യേണ്ടത്.
ഞാനിപ്പോ ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ബീറ്റ് ചെയ്യുന്നത്. ഒരു 3 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് നിർത്താതെ ബീറ്റ് ചെയ്യുക. അപ്പോഴേക്കിന് ഈ മുട്ട നല്ല പോലെ പതഞ്ഞു വരും. ഇനി ഹാൻഡ് ബീറ്റർ ഇല്ലാത്തവർ ടെൻഷൻ ആവണ്ട, അവർക്ക് ഇതേ സ്റ്റെപ്പ് മിക്സിയിൽ ചെയ്താൽ മതി ട്ടോ. അങ്ങനെ ഇപ്പതാ ഇത് നല്ല പോലെ പതഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ സ്റ്റേജ് ആവുന്നവരെ നിങ്ങൾ പതപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒരു 3 മിനിറ്റ് ആവുമ്പോഴേക്കിന് ഇതുപോലെ തന്നെ ആയി കിട്ടും. ഇനി നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ മുന്തിരി ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ ജ്യൂസിൽ നിന്നും വാർത്തു മാറ്റണം. ബാക്കിയുള്ള ഈ മുന്തിരി ജ്യൂസ് നമുക്ക് ആവശ്യമില്ല ട്ടോ, അത് ഒഴിവാക്കാം. ഇനി നമ്മൾ അതിനെയും മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാന്. പഞ്ചസാര എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണ്ട, നമ്മൾ എല്ലാ കേക്കിലും ചെയ്യുന്നത് പോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് നല്ല പോലെ ഫ്ലഫി ആക്കി എടുക്കാം. ഇപ്പതാ ഇത് നല്ലപോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് 2 മിനിറ്റ് ഹൈ സ്പീഡിലേക്ക് ബീറ്റ് ചെയ്യുക, അപ്പോഴേക്കിനും ഇങ്ങനെ തന്നെ ആയി കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ആണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും ആരും യൂസ് ചെയ്യരുത് ട്ടോ, അപ്പൊ നമ്മുടെ കേക്കിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ഓയിലും ഇതിലേക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇപ്പതാ ഓയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ട് വെച്ചിരിക്കുന്ന ഷുഗർ കാരമലില്ലേ, അതാണ്. ഇത് ചേർക്കുമ്പോൾ നല്ല പോലെ ചൂട് പോയിട്ടുണ്ടാവണം കേട്ടോ, എന്നിട്ട് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിനെയും നമുക്ക് ഇതിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പതാ അങ്ങനെ ഇതും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്യൽ നിർത്താം. ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഞാനിപ്പോ 1.5 കപ്പ് മൈദ ഒരു അരിപ്പയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, ഇവയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് താഴെയുള്ള ബൗളിലേക്ക് ചേർക്കാം. ഇനിയിപ്പോ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ചിന്റെ തൊലി ചുരണ്ടി എടുത്തതും, അതുപോലെ 1 ടീസ്പൂണോളം പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇവയെല്ലാം കൂടെ പൊടിച്ചെടുത്ത പൊടിയുമാണ്. എല്ലാം കൂടെ പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ 1 ടീസ്പൂണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ പതുക്കെ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ബീറ്റർ ഉപയോഗിക്കരുത്, അപ്പൊ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല. പിന്നെ നിങ്ങൾ ഓറഞ്ചിന്റെ തൊലി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന്റെ അകത്തുള്ള വെള്ള ഭാഗം ഉണ്ടല്ലോ, തൊലിയുടെ അകത്തുള്ള അടിവശത്തുള്ള, അത് പെടാൻ പാടില്ല കേട്ടോ. അതിന്റെ മുകളിലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് ചിരണ്ടി എടുത്താൽ മതി. അകത്തുള്ള വെള്ള ഭാഗം പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കേക്കിന് കയ്പ്പ് രസമാവും വരിക. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കണേണ്. ഇനി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. ഇപ്പതാ ഇതെല്ലാം കൂടെ നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, മുന്തിരി ജ്യൂസിലൊക്കെ സോക്ക് ചെയ്തിട്ട്, അതാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അതും കൂടെ ഇതിലേക്ക് നമുക്ക് പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പതാ അതും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കണം. അതും ചേർത്തിട്ട് നമുക്ക് പതുക്കെ ഇതിലേക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പതാ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലം കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബേക്ക് ചെയ്യാനുള്ള ടിന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോ ആദ്യം കേക്ക് ടിന്നിന്റെ അകത്ത് വെക്കാൻ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കേക്ക് ടിന്ന് ബട്ടർ പേപ്പറിന്റെ മുകളിൽ വെച്ചിട്ട് അതിന്റെ അടിവശം നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ കേക്ക് ടിന്നിന്റെ അടിയിലും സൈഡിലും ഒക്കെ ഒന്ന് നല്ല പോലെ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അത് ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക. ഞാനിപ്പോ കേക്ക് ടിന്നിന്റെ സൈഡിലും നീളത്തിൽ കട്ട് ചെയ്തിട്ട് ബട്ടർ പേപ്പർ റൗണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കേക്കിന്റെ സൈഡൊക്കെ കരിഞ്ഞു പോവാതെ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് വെച്ചു കൊടുത്തേണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് ഈ കേക്ക് ടിന്നിന്റെ അകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് എയർ ഉണ്ടെങ്കിൽ അത് പോവാനും വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇതിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് ചെറീസും അതുപോലെ നട്സും ഒക്കെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഒരു വയർ റാക്കും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കുക്കറോ അല്ലെങ്കിൽ ഓവനോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ കേക്ക് ബേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്ന് കൈയൊന്നും പൊള്ളിക്കാതെ ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക. പിന്നെ ഇതിന്റെ താഴെ ഉപ്പിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യാം. ഞാനിപ്പോ ഇതിന്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കേക്ക് ബേക്ക് ആയി വരുന്ന സമയം വരെ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നു നോക്കരുത്, അപ്പൊ കേക്കിന്റെ മുകൾ ഭാഗം പൊങ്ങി വരില്ല. ഒരു 40 മിനിറ്റോളം തുറന്നു നോക്കിയേ ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് അങ്ങ് വെച്ചാൽ മാത്രം മതി. ചിലപ്പോൾ നിങ്ങളുടെ പാനിന്റെ ചൂടിനനുസരിച്ചിട്ട് 40 മിനിറ്റ് കൊണ്ടൊന്നും ബേക്കായി വരൂല. അപ്പോൾ തുറന്നു നോക്കിയിട്ട് ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇപ്പൊ കണ്ടോ, നമ്മളത് 40 മിനിറ്റ് ആയപ്പോഴേക്കിന് കറക്റ്റ് പെർഫെക്റ്റ് ആയി നല്ല പോലെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. ചൂട് പോയതിന് ശേഷം മാത്രം കേക്ക് ടിന്നിന്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊട്ടിപ്പോവും. ഇപ്പൊ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ എടുത്തു മാറ്റാനായിട്ട് പറ്റി. ഇനി നമ്മൾ സൈഡിലും അതുപോലെ താഴെയൊക്കെ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. ഇനി ബട്ടർ പേപ്പർ വെക്കാത്തവരാണെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിച്ചെടുക്കുക. എന്നിട്ടൊരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് അങ്ങ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇതപ്പൊ കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ കേക്ക് നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ്. സൈഡും അടിവശവും ഒന്നും ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട്. കണ്ടോ? അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇതപ്പൊ കേക്കിനെ മൊത്തത്തിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ദാ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട് കാണാന്? അടിപൊളിയല്ലേ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും വളരെ ടേസ്റ്റ് ആണ്. നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദാ ഓവനൊന്നും ഇല്ലാതെ ഈ കറക്റ്റ് അളവ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ അങ്ങ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്താ, ഇന്ന് തന്നെ പോയിട്ട് അങ്ങ് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ റെസിപ്പി? വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് കേട്ടോ. ആർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാം, ഓവനൊന്നും വേണ്ട. പിന്നെ ഞാനിതിൽ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിരിക്കുന്നത് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇനി അതില്ലാത്തവരുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. കറക്റ്റ് ആ മുട്ട ബീറ്റ് ചെയ്ത് അതേ സ്റ്റെപ്പ് നിങ്ങൾ ബീറ്ററിന് പകരം മിക്സിയിലിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ. അത്രേ പണിയുള്ളൂ. എന്നാലും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് വേണമെങ്കിൽ വിസ്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ഇതേ അളവ് നിങ്ങളും ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.